ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഹരി ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മംഗളാചരണം. സൗന്ദര്യലഹരി. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. ശ്ലോകം 93. അരാളാകേശേഷു പ്രകൃതി സരളാ മന്ദഹസിതേ ശിരീഷാഭാചിത്തേ ദൃശതുബലശോഭാ കുജതടേ വൃശം തന്വീ മധ്യേ പൃഥുരുരസിജാരോഹ വിഷയേ ജഗത്രാതും ശംഭോർജയതി കരുണാ കാചിദരുണാ. പദച്ഛേദം ചെയ്യാം. ഭഗവതിയുടെ ശരീരത്തെയാണ് വർണ്ണിക്കുന്നത്. ലളിതാ സഹസ്രനാമത്തിലൊക്കെ ദേവിയുടെ രൂപം വർണ്ണിക്കുന്നത് കാണാം. അതുപോലെ അമ്മയുടെ രൂപം മൊത്തമായിട്ട് ഒരു ശ്ലോകത്തിൽ വർണ്ണിക്കുന്നതാണ്. നമ്മൾ ഭഗവതിയുടെ രൂപം കേശാദിപാദം മുതൽ കണ്ടു കഴിഞ്ഞതാണ്. ഇത് വീണ്ടും ഒന്നുകൂടി പറയുന്നു. അരാള കേശേഷു പ്രകൃതി സരള മന്ദഹസിതേ ശിരീഷാഭാ ചിത്തേ ദൃശത് ഉപല ശോഭാ കുജതടേ വൃശം തന്വീ മധ്യേ പൃഥുർ ഉരസി ജാരോഹ വിഷയേ ജഗത്രാതും ശംഭോഃ ജയതി കരുണാ കാചിത് അരുണാ. കേശേഷു തലമുടികളിലെ അരാള ചുരുളിച്ചയുള്ളത്, അതായത് ചുരുണ്ട തലമുടിയുള്ളത് എന്നുള്ളത്. മന്ദഹസിതെ മന്ദഹാസത്തിൽ പ്രകൃതി സരള സ്വഭാവേന ആർജവത്തോടുകൂടി. മന്ദഹാസം ആർജവം എന്ന് പറഞ്ഞാൽ സത്യസ്ഥ ബുദ്ധിയാണ്. നേരെ വാ നേരെ പോ. പിന്നെ ഭഗവതിക്കല്ലേ അത് കാര്യമായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആർജവ മന്ദഹാസത്തിലെ അത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഭഗവതിയോടെല്ലാം ദേവന്മാരോടെല്ലാം അടുക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ശുദ്ധമായിരിക്കണം. അപ്പം നമ്മുടെ മനസ്സ് ശുദ്ധമാകുമ്പോൾ നമ്മൾ സത്യത്തിൽ ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ അമ്മയുടെ മന്ദഹാസം അത് കാണിക്കുന്നതാണ്. ചിത്തെ മനസ്സിലാണെങ്കിലോ ശിരീഷാഭ നെന്മേനി വാഗപ്പൂ പോലെ മാർദ്ദവമുള്ളത്. അമ്മയുടെ മനസ്സ് അത്രയും മാർദ്ദവമുള്ളത്. അതുകൊണ്ടാണ് ദേവിയെ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഫലം കിട്ടും എന്ന് പറയുന്നത്. അമ്മ വേഗം നമ്മളോട് കനിയും അത്രേ. അതുകൊണ്ട് അമ്മയുടെ മനസ്സ് മാർദ്ദവമുള്ളത്. ഇത് നമ്മുടെ ആന്തരിക ഇതുപോലെയാണ് പറയുന്നത്. മനസ്സുകൂടി ഇവിടെ പറഞ്ഞു തന്നു. പിന്നെ പറയുന്നത് കുജതടേ മുലത്തടത്തിലെ ദൃഷദുബല ശോഭ. ഇവിടെ പറയുന്നത് അമ്മിക്കുഴവിയുടെ കാഠിന്യമുള്ളത്. അതായത് മധ്യേ ഈ കുജതടമൊക്കെ അങ്ങ് ഇടിഞ്ഞു പോകാതെ അത്രയും കഠിനമായിട്ട് അത് അതിൻ്റെ രൂപത്തെ തന്നെ നിലനിർത്തിപ്പോരുന്നു എന്നർത്ഥം. കാഠിന്യമുള്ളതും മധ്യപ്രദേശത്തിൽ അരക്കെട്ടിലാണെങ്കിലോ മധ്യപ്രദേശം ഇടുങ്ങിയതാണ്. വൃശം തന്നെ ഏറ്റവും ചടച്ചതെന്ന് പറഞ്ഞാൽ ഇടുങ്ങി ചെറുതായിട്ട് മധ്യപ്രദേശം ഒതുങ്ങിയ അരക്കെട്ട് എന്ന് പറയും. പിന്നെയോ ഉരസിജാരോഹ വിഷയെ സ്തനപ്രദേശത്തിലും നിതംബപ്രദേശത്തിലും പൃഥുഹോ തടിച്ചതും അരുണാരുണവർണ്ണത്തോടു കൂടിയതുമായ ശംഭോ. അപ്പോൾ ഈ നിതംബപ്രദേശവും ഈ മാറിടവും നല്ല തടിച്ച് ഉരുണ്ടതാണ്. അതായത് മധ്യപ്രദേശം ഇടുങ്ങിയത്, മറ്റു രണ്ട് ഭാഗങ്ങൾ നല്ല തടിച്ചുരുണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള അതവിടെ അരുണാഭയാന്നുള്ളത്, ശോഭയാണ് കാണിക്കുന്നത്. അത് ശംഭോഹോ പരമശിവൻ്റെ കാജിത് അനിർവചനീയമായ ഒരു കരുണാ ദയാസ്വരൂപം ജഗത് പ്രപഞ്ചത്തെ ത്രാതും രക്ഷിപ്പാനായിക്കൊണ്ട് ജയതി സർവോത്കർഷേണ വർത്തിക്കുന്നു. അതായത് ഭഗവാന്റെ പരമശിവൻ്റെ ഒരു അനിർവചനീയമായ ഒരു കരുണ ഉണ്ട് അതിൽ, ദയാസ്വരൂപം. അതിൽ അതായത് അമ്മയുടെ പാല് കുടിച്ച് ശങ്കരാചാര്യർ എന്ന് പറയുന്ന, അതായത് വാഗ്മിയായി സർവജ്ഞാനത്തിനും ഉടമയായി. അതേപോലെ മറ്റ് കാളിദാസൻ അമ്മയുടെ രൂപം കണ്ട് അമ്മ അനുഗ്രഹിച്ചു കൊടുത്തതാണ് കാളിദാസനും. പെട്ടെന്ന് കവിയായി മാറി.
അങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടും എന്ന് പറയുന്നു. അങ്ങനെ കരുണ ദയാസ്വരൂപം ജഗത് പ്രപഞ്ചത്തെ ത്രാതും രക്ഷിപ്പാനായിക്കൊണ്ട്, അത് ഈ ശങ്കരാചാര്യരൊക്കെ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയേനെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ. അതുകൊണ്ട് ശങ്കരാചാര്യരെ പോലെ ഒരു ഭഗവാൻ തന്നെ വന്ന് എൻ്റെ അനുഗ്രഹമായിട്ട് വന്നിട്ട് അതെല്ലാം വീണ്ടെടുക്കുക ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്, രക്ഷിപ്പാനായിക്കൊണ്ട് ജേതി സത്വോത്കർഷേണ വർത്തിക്കുന്നു. അതായത് പരമശിവന് ആനന്ദം പകരാനുള്ളതാണല്ലോ ഭഗവതി. അപ്പോൾ അതുകൊണ്ട് ഈ ജഗത്തിനെയും അതേപോലെ രക്ഷിപ്പാനായിക്കൊണ്ട് സദ്വകർഷേണ വർത്തിക്കുന്നു എന്നാണ് സാരം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.